എല്ലാവർക്കും പുതിയ ലാക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ബസ് സിമുലേറ്ററിൽ നമ്മുടെ ചേസ് നമ്മൾ പ്രകാശിൽ പണിയാൻ കൊടുത്തല്ലോ. അപ്പോൾ ഇന്ന് നമുക്കത് പണിഞ്ഞ് ബസ് പോലെ നമുക്ക് ആക്കി തരും അവർ. അപ്പോൾ ഇന്നാണ് നമുക്ക് പോയി ഡെലിവറി എടുക്കേണ്ടത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ പോലെ ഉണ്ട് കേട്ടോ ചേസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വണ്ടി കയറി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറകിലത്തെ ഡിക്കിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇച്ചിരി സാധനങ്ങൾ ഈ മണ്ടയിൽ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ കയറി, അമ്മാരും ഓൾറെഡി കയറി ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പോവാം നമുക്ക്. അപ്പോൾ അവരാണെങ്കിൽ ഞങ്ങൾ റൂമിൽ ഇരിക്കുമായിരുന്നു ഞങ്ങൾ അവിടെ. അപ്പോൾ പ്രകാശിൻ്റെ പ്രകാശിലെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ബസ് റെഡി ആയിട്ടുണ്ട്, ഇന്നാണ് നിങ്ങളുടെ ബസ് കിട്ടണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങളപ്പോൾ തന്നെ പോകണം. നമുക്കിനി ഇച്ചിരി പരിപാടി ഉണ്ട് കേട്ടോ അതിൽ. നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കണം, പിന്നെ ഇച്ചിരി പരിപാടി ഉണ്ട് അതിൽ. സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാൽ മതി. അതൊരു നമ്മൾ ഈ ചേസിൽ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ അല്ല കേട്ടോ. അത് നോർമൽ ആദി GT വൈറ്റിൽ ബോർഡിൽ എഴുതിയേക്കണ പോലെയല്ല. പക്ഷെ ഇത് വൈറ്റ് അല്ല, നമ്മൾ ഇച്ചിരി ഒരു ടെറർ ലുക്ക് പോലെയാണ്. അമ്മമാരങ്ങനെയാണ് പറഞ്ഞേക്കണേ. എന്നെ സ്റ്റിക്കറൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അമ്മമാരെന്നെ സ്റ്റിക്കർ കാണിച്ചിട്ടില്ല. അമ്മമാരൊരു എന്തൊക്കെയോ ഒരു ഫോണിൻ്റെ അമ്മമാർ നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏത് ഫോണിൻ്റെന്നറിയില്ല കേട്ടോ. ഓക്കെ, അമ്മമാരെ കൊണ്ട് ചുമ്മാ നമ്മളവിടെ ചെന്നിട്ട് ഇനി നമ്മുടെ ബസ് എടുത്തിട്ട് അമ്മാരി ട്രാവലർ ഓടിച്ചോട്ടോ ഗൈസ്. നമ്മളിനി ബസ് എടുത്തിട്ട് നമ്മൾ നേരെ ഇടുക്കിയിലോട്ട് വരും. ഇടുക്കിയിലോട്ട് നേരെ വരണോ അല്ലെ ഇടുക്കിയിലോട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇടുക്കിയിൽ നിന്ന് പറ്റുവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മുടെ ബസ് പണിയാട്ടോ ഗൈസ്. ഇടുക്കിയിൽ പോയിട്ട് നമ്മുടെ ബസ് പണിയാം. അതാണ് ഇച്ചിരി സീൻ. ഓക്കെ, ഇവിടുന്നല്ലേ നിങ്ങൾക്ക് നോക്കട്ടെ. റോഡ് ക്ലോസ് ആയിരിക്കും. ഇതുമില്ലാത്ത പരിപാടിയല്ലോ. ഒരു കാര്യം ചെയ്യാം, മുമ്പിലോട്ട് പോയിച്ചിരി. മുമ്പിലോട്ട് പോയാൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് തിരിക്കണം വണ്ടി. അവിടെ നിന്ന് തിരിച്ചിട്ട് നമുക്ക് പ്രകാശിലോട്ട് പോകണം. ഓക്കെ, ഇവിടെ നമുക്ക് യൂട്ടേൺ എടുക്കാം. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് വഴി മാറിപ്പോട്ടെ. സോറി, ചെറുതായിട്ട് വഴി മാറിപ്പോയി. ഇവിടെ ലെഫ്റ്റിലോട്ടായിരുന്നു പോകേണ്ടത്. അതിന് വരെ നമ്മൾ റൈറ്റിലോട്ടായിരുന്നു പോകേണ്ടത്. പക്ഷെ അതിന് വരെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി. മണ്ടത്തരം ഞാൻ പറയണ്ടേ ചുമ്മാ. ഓക്കെ, നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറാണ്. പിന്നെ ഇവിടെ യെല്ലോ ലൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കത്തുന്നുണ്ട്. നമുക്കിനി സ്പീഡിൽ ചെല്ലാൻ സമയമില്ല. രാവിലെ ആവാറായിട്ടോ ഗൈസ്. രാവിലെ ചേച്ചിന് ഡെലിവറി എടുത്ത എൻ്റെ മോനെ സീനായിരിക്കും. പിന്നെ ഇവിടെ ചെറുതായിട്ട് സ്ലോ ആക്കിയാണ്. നമ്മളൊന്നുമില്ല, സൈഡിൽ കൂടെ ഒക്കെ പറപ്പിച്ച് വിടുക. ശരിയാ, നോക്കട്ടെ വഴിയൊക്കെ ശരിയാ. കുറേ ദൂരം ഉണ്ട് കേട്ടോ ചേച്ചിനി. ശരിട്ടോ പൊന്നെ, നമ്മൾ കുറേ ദൂരം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഫ്ലാറ്റിൽ റൂം എടുത്തു. നമ്മൾ ഫ്ലാറ്റിൽ റൂം സൈൻ ഔട്ടൊക്കെ ചെയ്ത് ഇറങ്ങിട്ടോ. ഇനി നമ്മൾ ബസ് എടുത്തിട്ട് നേരെ ഇടുക്കിയിലോട്ട് പോകും. അയ്യോ, നമുക്ക് ആകാംക്ഷയാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ട്രാവലറിൽ നിറച്ചു പൊടിയാട്ടോ ഗൈസ്. എന്നാന്നറിയില്ല, ചുമ്മാ നിറച്ച് പൊടിയാ. ഇന്നെ പറയണ്ടേ ഗൈസ്. ഇത് ഇച്ചിരി ദൂരം കാണും. ഇപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ആവുന്ന നേരത്ത് ഞാൻ വീഡിയോ എടുക്കാൻ കഴിച്ചു. ഇപ്പം വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുവാണ്. ഹാഫ് ആവാൻ നേരത്ത് വീഡിയോ എടുക്കാം. അല്ലെ ഈ വീഡിയോ ഭയങ്കര ലോങ്ങായി. ഇപ്പോൾ അത്രയും ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് പ്രകാശിൻ്റെ തൊട്ടടുത്ത് എത്താറാകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രകാശിൻ്റെ അങ്ങോട്ട് പോകണതിൻ്റെ ഹാഫ് വഴി വരെ ആയിട്ടുണ്ട്. ഭയങ്കര ദൂരമായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് സ്പീഡിൽ വരുമായിരുന്നു ഇങ്ങോട്ട്. ഭാഗ്യത്തിന് ഒരു വണ്ടിയിലൊന്നും ഇടിച്ചൊന്നുമില്ല കേട്ടോ. ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ തന്നെ എത്തും. തൊട്ടെടുത്താറായി. നമ്മുടെ ബസ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മാരെ അവിടെ ഇറക്കി വിട്ടിട്ട് നമുക്ക് ചേസിൻ്റെ ഡെലിവറി എടുക്കണം. പിന്നെ അമ്മാരെ അവിടെ ഇറക്കി വിട്ടിട്ട് അമ്മമാർക്ക് നമ്മൾ സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം നമുക്ക്. അവർ സ്റ്റിക്കർ തരില്ല. അവർ സ്റ്റിക്കർ തരുമോ? ഇല്ലെന്നാ തോന്നുന്നത്. അറിയില്ല കേട്ടോ. അറിയില്ല എനിക്ക് സ്റ്റിക്കർ തരുമോ. നമ്മളെന്തായാലും സ്റ്റിക്കർ കൊണ്ടുവന്നിട്ടുണ്ട്, അതും മതി. ടണലിൽ കൂടി കയറി പോകണം കേട്ടോ. ഇത് ടണലിൽ കൂടെ ഓക്കെ. സെറ്റ് ഈ വഴി തന്നെ. ഇവിടെ എന്തോ ബോർഡറൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ അയ്യോ സോറി
ചേട്ടനങ്ങ് പൊറപ്പിച്ച വന്നിക്കണം വളവിന്ന് തന്നെ എൻ്റെ പൊന്നോ. ഓക്കെ ഇപ്പം തന്നെ എത്തൂട്ടോ ഗൈസ് ഇവിടെ തന്നെ. ഓക്കെ സെറ്റ് എത്തി. അപ്പോൾ അമ്മാരെ ഇവിടെ ഇറക്കി വിടട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇറക്കി വിട്ട് നമുക്ക് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ അവിടെ എന്തായാലും വണ്ടി അവിടെ കുറച്ച് ദൂരെ കേട്ടോ ഗൈസ് കൊണ്ടുപോയിട്ടേക്കണേ. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ എന്നിട്ട് ഓടി വരുമായിരുന്നു. ഇടയ്ക്കൊരു ചെറിയ ചാറ്റൽ മഴ പോലെ പെയ്തിട്ടോ ഗൈസ്. അതാണ് റോഡൊക്കെ നനഞ്ഞെടുക്കണേ. അപ്പോൾ ഇവിടെ നമ്മുടെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ അമ്മമാർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അമ്മമാർ അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് എൻ്റെ ഒരു സീൻ. അപ്പോൾ അമ്മമാർ ഇവിടെ നമ്മുടെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. എൻ്റെ മോന് ഇനി ഫ്രണ്ടിൽ എന്നാ സ്റ്റിക്കർ ഒട്ടിച്ചത് എനിക്കറിയില്ല ഗൈസ്. വിഷയം നമുക്ക് ഫ്രണ്ട് അവസാനം നോക്കട്ടെ ഗൈസ്. ഒക്കെ പോകുമ്പോൾ വിഷയ സൈഡൊക്കെ നല്ല നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെഡ് സീറ്റൊക്കെ ആയിട്ടാ ഗൈസ് അവർ സെറ്റാക്കിക്കണേ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടോട്ടെ. ഇനി ഇച്ചിരി പരിപാടി ഉണ്ട് ടേസ്. നമുക്ക് ഈ വീൽ കപ്പൊക്കെ ഒന്നും വേണ്ട ടേസ്. ഈ വീൽ കപ്പ് നമുക്ക് മാറ്റണം. അതൊന്നും വേണ്ട. ഓക്കെ എൻ്റെ മോനെ സൈഡൊക്കെ സീൻ. ഇനി നമുക്ക് ഇവിടെയൊക്കെ ADGT എന്നൊക്കെ പറഞ്ഞ് എഴുതി സീനാക്കണം ടേസ്. നമുക്ക് മണ്ടയിലൊക്കെ പുറകിൽ നമുക്ക് ഒരു വലിയ സ്റ്റിക്കർ അടിക്കണം. ആനിമയുടെ സ്റ്റിക്കർ അടിക്കണം. പിന്നെ ഇച്ചിരി കൂളിംഗ് ഫിലിമൊക്കെ അടിക്കാനുണ്ട് പുറകിൽ. ഓക്കെ അപ്പോൾ നമുക്കിനി നമ്പർ പ്ലേറ്റ് ഇല്ല കേട്ടോ. നമ്പർ പ്ലേറ്റ് തന്നെ അവർ തരാത്ത ടെമ്പററി ആയിട്ടും കൊണ്ടായിരിക്കും അങ്ങനെ. ഓക്കെ അല്ലെങ്കിലും നമ്മൾ എടുക്കണ്ടേ നമ്പർ പ്ലേറ്റ്. ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് കാണാൻ പോകണേ നമുക്ക് നോക്കാം. ഓക്കെ 3, 2, 1 ഗോ. എൻ്റെ പോലെ വിഷയം ഫോണ്ട്. എൻ്റെ പോലെ ഒരു ടെറർ ലുക്കിലുള്ള ഒരു ഫോണ്ട് ഗൈസ്. ഓമ്പോ സീൻ ഫോണ്ട് ഗൈസ്. അതായത് ഒരു ആന, ഞാൻ പറഞ്ഞില്ലേ ആനക്കുട്ടി ആനയാവണത്. എൻ്റെ മോനെ ഇപ്പം ആനയായത്. ഇപ്പം ഇത് വലിയ ആന. എൻ്റെ മോനെ അപ്പോൾ നമുക്ക് ബസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല. ഇനി ഇത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലും ബസ്സൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഒച്ച കേട്ടോ ടൈസ് നിങ്ങളെ. എൻ്റെ മോനെ ഗൈസ് വിഷയം ഓമ്പോ. അപ്പോൾ ഗൈസ് നമുക്കിനി ബസ്സിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബസ് എടുക്കാം കേട്ടോ ഗൈസ്. നമുക്കിനി അപ്പോൾ ബസ്സിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ ബസ്സിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടൈസ്. അപ്പോൾ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബസ് എടുക്കാം. നമുക്ക് ബസ് ഒന്ന് പതിയെ എടുക്കാം. മുമ്പിൽ നാരങ്ങ വെച്ചിട്ടുണ്ട് ടൈസ്. അപ്പോൾ പതിയെ ബസ് എടുക്കാം. ഓക്കെ ഇനി ഇവിടുന്ന് വണ്ടി തിരിക്കണം. വണ്ടി ഇനി ഇവിടുന്ന് എങ്ങനെ തിരിക്കുമെന്നാണ്. അയ്യോ ഇവിടെ തിരിക്കില്ലേ. നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ സെറ്റ്. ഇവിടെ വേറെ കുറേ വണ്ടിയുടെ കുറേ പണി നടക്കണുണ്ട് ടൈസ്. ഇവിടെ അവിടെ ഒരു ബസ് എടുക്കണുണ്ട്. പിന്നെ ഇവിടെ ഒരു ബസ് എടുക്കണുണ്ട്. ആ ബസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ പാർട്ടൊക്കെ ഇവിടെ കിടക്കണേ. മറ്റേ ഈ കോംബോ മിററൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ നമ്മൾ പതിയെ ഇറക്കി ഷെഡ് പോലെ അമ്മമാരെ ട്രാവലർ എടുത്തുകൊണ്ട് പോകട്ടെ ഗൈസ്. അമ്മമാർ ട്രാവലർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അമ്മമാർ. ഓക്കെ മുമ്പ് വണ്ടീന് തിരിക്കാൻ പോട്ടെ. അയ്യോ എവിടെയും മുട്ടല്ലേ, പുതിയ വണ്ടിയാ. എൻ്റെ മോനെ ഇനി നമുക്ക് വണ്ടിക്ക് ലിപ്പൊക്കെ പിടിപ്പിക്കണം കേട്ടോ. സീനാകണം. മുമ്പ് ഈ ഫോണ്ട് ഫോണ്ട് പക്ഷേ ഈ ഫോണ്ട് ഒട്ടിച്ചാറ് എനിക്ക് കാണാൻ പറ്റത്തില്ല റോഡ്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറുതായിട്ട് കാണാം. അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ രാത്രി ഓടിക്കണമായിരുന്നു ഗൈസ്. രാത്രിയിലെ ലൈറ്റ് കിട്ടുന്നുണ്ടോ എൻ്റെ അമ്മനെ. ഇത് നമ്മൾ ഇടുക്കിയിലോട്ടാട്ടോ ഗൈസ് പോണേ. എൻ്റെ പൊന്നെ എന്നാ ദൂരം ഉണ്ടെന്നറിയോ ഇടുക്കിയിലോട്ട്. ഇനി ഇടുക്കി ചെന്നാൽ നമ്മളൊരു ഇടുക്കി വർക്കായിട്ടായിരിക്കും നമ്മൾ പറഞ്ഞത്. ബസ്സിൽ നമ്മൾ ഇപ്പം തന്നെ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ നമ്മൾ സൈഡിൽ ഇച്ചിരി കൂളിംഗ് ഫിലിമൊക്കെ ഇവിടെ അടിക്കാനുണ്ട്. പിന്നെ കർട്ടൻസ് നമുക്ക് ഇച്ചിരി കളറൊക്കെ അടിക്കണം. പിന്നെ പുറകിൽ ഒരു വലിയ സ്റ്റിക്കർ ഒട്ടിക്കണം. പിന്നെ മുമ്പിൽ ഈ ഫോണ്ട് നമുക്ക് ചിലപ്പോൾ പറ്റും അവിടെ മാറ്റാം. നമുക്ക് ഫോണ്ട് ലൈറ്റ് വെക്കാറുണ്ട്. നമുക്ക് ഫോണ്ട് മാറ്റാം. പിന്നെ മുമ്പിൽ നമ്മൾ ഇച്ചിരി സാധനങ്ങളൊക്കെ ചെയ്യും. ലിപ്പ് വെക്കും നമ്മൾ. പിന്നെ വണ്ടി ഇച്ചിരി ലോ ആക്കും നമ്മൾ. പിന്നെ സ്കേർട്ടിങ് ചെയ്യാം നമ്മൾ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ അകത്ത് എന്തായിരുന്നു ലെതർ അടിക്കും നമ്മൾ അകത്ത്. ഓക്കെ ഇവിടുന്ന് ഇപ്പം നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നേരെ പോയാൽ മതി. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്കിനി ഇടുക്കിയിലോട്ട് കുറേ ദൂരം ഉണ്ട് ഗൈസ്. അപ്പോൾ കുറേ ദൂരം പോകണം. അപ്പോൾ ഇനി നമുക്ക് ഇടുക്കി ചെന്നിട്ട് കാണാം ഗൈസ്. ഇടുക്കിയിൽ ഇനി നമ്മൾ എങ്ങോട്ടോ പോകണേ. ഇടുക്കി ചെന്നിട്ട് നമ്മളിനി ഒരു വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ബസ്സൊക്കെ പണിഞ്ഞ് ലൈറ്റൊക്കെ സെറ്റാക്കണം. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോണേ. അവിടെ പോയിട്ട് നമ്മുടെ ബസ് പണിയാൻ ഇടും.
ഓക്കെ, എന്നിട്ട് ഇച്ചിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ബസ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം, നമ്മൾ ലിപ്പ് വെക്കാൻ പോകണം നമ്മുടെ വണ്ടിയിൽ. ആദ്യം നമുക്ക് പോയി ലിപ്പ് വെക്കണം. അപ്പോൾ ലിപ്പ് വെക്കണ കട നമ്മുടെ ഇടുക്കി കാണുമായിരിക്കും. ഇടുക്കി കാണില്ല, അല്ല നമ്മൾ പോണ വഴിക്കാണെങ്കിൽ ഏതെങ്കിലും വഴി കൂടെ നമ്മൾ എറണാകുളത്ത് നമ്മൾ വേണം സെറ്റാക്കാം നമുക്ക്, അല്ലേ? സെറ്റാക്കാം. അയ്യോ ഇടുക്കിയിൽ അപ്പത്തും വണ്ടി വല്ലതും വരുന്നുണ്ടോ? ഉണ്ട്. ആ വണ്ടി അത് പോട്ടെ. അമ്മാരെടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അമ്മാര് പതിയാണ് പോണത്, നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ, അത് കാരണം പതിയാണ് പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിടാൻ സ്പീക്കർ ഇല്ലല്ലോ അല്ലേ ഗൈസ്? ഇച്ചിരി പ്രശ്നമായി. സ്പീക്കറും ഇല്ല. നമ്മുടെ ജെബിലില്ലേ നമ്മുടെ മറ്റേ ചേച്ചി വെച്ചോണ്ട് അത് നമ്മൾ ട്രാവലറിൽ വെച്ച് പോയി. എന്നെ പറയണ്ടേ, പാട്ട് വിടാൻ പറ്റില്ല. എന്നാലും എന്നെ ഓടിച്ചോണ്ട് പോലോ, അത് നല്ലതല്ലേ. നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇടുക്കി ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പം ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലെങ്തായി പോകും, അത്രയും ദൂരമുണ്ട് ഇടുക്കിയിലോട്ട്. അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി. ഫ്ലൈറ്റ് കയറിയാണോ സത്യത്തിൽ പോട്ടെ, അങ്ങ് പക്ഷേ ട്രാവലറി വന്നേ ഉള്ളൂ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും പിടിക്കില്ലായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ ചെല്ലാം. ഇപ്പോൾ രാവിലെ അല്ലേ, ഒരു രാത്രി നാളെ ആകുമ്പോഴത്തേക്കൊരു ചെല്ലാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇടുക്കി ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്ഥലം കണ്ടു ലിപ്പ് വെക്കാനുള്ളത്. അങ്ങോട്ട് നമ്മൾ കയറുവാണ്. അപ്പോൾ പതിയെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടോ, വണ്ടിയൊന്നും വരുന്നില്ല എന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. ഓക്കെ. ഇനി അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നു നോക്കണം. അപ്പുറത്തുനിന്ന് വണ്ടി 3 വണ്ടി അടുപ്പിച്ചു. പണി വാളിയിലും അപ്പുറത്തുനിന്ന് പുറകിലും വണ്ടി വരണം. അവിടെ ട്രാഫിക്കാണെന്ന് തോന്നുന്നു. ട്രാഫിക്കും പോട്ടെ, അവിടെ ജാമ. ഓക്കെ. ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി വണ്ടിയുടെ ലിപ്പൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇച്ചിരി വണ്ടിയുടെ ലിപ്പൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ബമ്പർ, അപ്പുറത്ത് ബമ്പർ, ടയർ. ഇവിടെ ബസ്സിൻ്റെ പണിയുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈസി. ഇവിടെ ഒരു ബസ്സിൻ്റെ ബോഡി മറ്റേ വർക്ക് ചെയ്യാനിട്ടേക്കണം. ഫ്രണ്ട് ഗ്ലാസ് ഒന്നുമില്ല, വർക്ക് ചെയ്യാനിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിന്ന് ഇവിടുന്ന് ലിപ്പ് പിടിപ്പിക്കണം. നമ്മുടെ ബസ്സിന് ലിപ്പ് പിടിപ്പിക്കണം. പിന്നെ സ്കേർട്ടിങ് ചെയ്യണം. ഇവിടെ തന്നെ നമുക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. ഇതാണ് നല്ലത്. ഇച്ചിരി നമ്മൾ ബസ് കൃത്യം കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ അപ്പുറത്തൊരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടെന്നാണ് അമ്മമാരെ അപ്പുറത്തെ കടയിൽ പറഞ്ഞത്. പക്ഷേ അപ്പുറത്തെ കടയിൽ പോട്ടെ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല കൈസ് എവിടെയാണ്. അപ്പം അമ്മമാരെ ഫോൺ വിളിച്ച് ചോദിക്കണം. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ കൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തേക്കാൻ നിങ്ങളാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പുറത്തെ കടയിൽ പോയി അവന്മാർ നമ്മുടെ ട്രാവലർ അപ്പുറത്തെ ചായക്കടയുടെ പുറകിലൊരു പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ഗൈസ്. അവിടെ അമ്മമാർ പാർക്ക് ചെയ്തിട്ടേക്കോട്ടെ ഗൈസ്. നമുക്കപ്പോൾ പതിയെ പോകാം. ചായ കുടിക്കാനും അങ്ങോട്ടല്ലേ അമ്മമാർ പോയി. അമ്മമാരെ കട ഈ സ്ഥലത്താണ് പോയി. അമ്മമാർ അറിയില്ല കേട്ടോ ഗൈസ് ഏത് കടയാണ്, കടയൊന്നും അറിയില്ല. കുറേ ഇച്ചിരി ദൂരമുണ്ട്. എന്നാലും എന്നാ വ്യൂ അല്ലേ ഗൈസ് ഇവിടുന്ന്. നല്ല വൈബ് പോലത്തെ സ്ഥലം. വൈബ് സ്ഥലം. ഓക്കെ. നമ്മുടെ വൈബ് നോക്കിയിരുന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമ്മൾ ചാടിക്കേ. ഓക്കെ, അപ്പോൾ പൊക്കോടി കഴിച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ റോങ് സൈഡാണ് പോണേന്ന് എനിക്കൊരു ഡൗട്ട്. അതെ. ഇവിടെ അമ്മമാരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ ഗൈസ്, അമ്മമാരെ എവിടെയാന്ന്. അപ്പോൾ നമുക്ക് ഇനി അമ്മമാർ ഏത് സ്ഥലമാണെന്നോ ചായക്കട എന്നാണ് പറഞ്ഞത്. എവിടത്തെയാണെന്ന് പറഞ്ഞില്ല ഗൈസ്, എന്നെയെന്നറിയില്ല. ഞാൻ അമ്മയോട് ചോദിക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മമാർ അത് കട്ടും ചെയ്ത്. അപ്പോൾ നമുക്കിനി ചായക്കട ചെന്നിട്ട് കാണാൻ ഗൈസ്. അപ്പോൾ ഈ അമ്മമാർ ഈ കടയിലാട്ടോ ഗൈസ്. അതിന് നമ്മൾ അങ്ങോട്ട് പോയി. അമ്മമാർ എന്നിട്ട് പറഞ്ഞത് ഇതിൻ്റെ പുറകെ പാർക്ക് ചെയ്യാറുണ്ട് ഗൈസ്. ആ പെട്രോൾ പമ്പിൻ്റെ ഇച്ചിരി അങ്ങോട്ട് ദൂരമായിട്ടോ ഗൈസ് നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചിട്ട് നമുക്കിനി നമ്മുടെ ലിപ്പ് പിടിപ്പിക്കുന്ന കടയില്ലേ, ആ കടയിലോട്ട് നമുക്കിനി പോകണം. എന്നിട്ട് പിടിപ്പിച്ച് കാണും. അല്ല നമ്മളോട് പറഞ്ഞില്ലേ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ചായ കുടി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി സമയമാവും. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്കിനി ആ കടയിൽ പോയിട്ട് നമ്മുടെ ലിപ്പും പിന്നെ സ്കേർട്ടിങ്ങും നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്കേർട്ടിങ് നമുക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കാണാം ഐസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഐസ്. അമ്മാരപ്പുറത്തെ ട്രാവലറിൽ പോയി കയറിയിട്ടുണ്ട്.
അപ്പം അവന്മാർ അവിടെ ഇരുന്നോളാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളിനി നമ്മൾ ഓടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെല്ലില്ല. അപ്പം അവന്മാർ നമ്മുടെ ബസ്സിൻ്റെ ഇത് കണ്ടോളാന്നാണ് പറഞ്ഞത്. എനിക്കെന്നാ അറിയില്ല. അപ്പം നമ്മുടെ ബസ് ഇവിടെ പണിയൊക്കെ ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാ ലുക്കാ നോക്കിയേ, എൻ്റെ പൊന്നു. സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ബ്ലാക്ക് കളറല്ല, നമുക്കിനി ഈ സ്കേർട്ടൊക്കെ ചെയ്തത് ഇനി ബ്ലാക്ക് ആക്കണം. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ആക്കണം. ബ്ലാക്ക് ആക്കണം. സ്കേർട്ടിങ് ചെയ്ത് ബ്ലാക്ക് ആക്കണം. വിഷയം ആ ലിപ്പും കൂടി ഒന്ന് സെറ്റാപ്പ് ഇതൊക്കെ വിഷയമായിട്ട് കൈസ്. എൻ്റെ മോനെ വിഷയം ലിപ്പ്. പിന്നെ ഇച്ചിരി കുഴപ്പമില്ല, ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ലിപ്പിൽ. അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്പ് ഇങ്ങനെ വേണമെന്നൊക്കെ. ഇത് ഈ ഗൈസ് ഇത് അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ലിപ്പാണ് ടൈസ്. അതാണ് അവർ മോൾഡിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സെറ്റപ്പാണ്. അവന്മാർ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ടൈസ്. അതുകൊള്ളാം. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് കർട്ടൻസിന് നമുക്ക് ഒരു ഒരു ഗ്രീൻ ആക്കണം ഗൈസ്. നമുക്ക് കർട്ടൻസ് ഒരു ഗ്രീൻ ആക്കണം. പിന്നെ അകത്ത് നമുക്കിനി സ്പീക്കർ പിടിപ്പിക്കണം. പിന്നെ ഇച്ചിരി ലേസർ ഫുട്ബോൾ ലൈറ്റൊക്കെ പിടിപ്പിക്കണം. പിന്നെ ഈ വീൽ കപ്പ് ഇല്ലേ, അത് വലിയ ലുക്കില്ല. ആ സാധനം ഒന്ന് ഊരിക്കളയണം. പിന്നെ പുറകിലൊരു വലിയൊരു സ്റ്റിക്കർ അടിക്കണം. പിന്നെ ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുമായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ മണ്ടയിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ആക്കണം. നമുക്ക് മണ്ടയിൽ ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ടല്ല ആദി GT എന്ന് പറഞ്ഞ് എഴുതിയേക്കണം പോലെ അങ്ങനെ ആക്കണം. പിന്നെ ഇവിടുന്ന് മണ്ടയിൽ ഈ ആദ്യം കാണുന്നതിൻ്റെ വിൻഡോയുടെ ഒരു മണ്ടയില്ല കേസ് അവിടെ നമുക്കൊരു ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ നമ്മുടെ ബോണറ്റിൻ്റെ ഇവിടെ ഹുഡിൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി കാര്യങ്ങൾ എഴുതണം. പിന്നെ ഇവിടെ നമുക്കിത് ലൈറ്റൊക്കെ പിടിപ്പിക്കണം ടൈസ്. നമുക്ക് ഈ ഫ്രണ്ടിലത്തെ വിൻഡോ അല്ല, ഫ്രണ്ടിലത്തെ ഗ്ലാസിൻ്റെ അവിടെ ചുറ്റും സ്ക്വയർ പോലെ ഒരു ലൈറ്റൊക്കെ പിടിപ്പിക്കണം. ഇവിടെ ബസ് ഫുൾ പണിയുണ്ടോ ടൈസ്. പിന്നെ നമുക്ക് ഈ ആദി GT എന്നുള്ള പേരില്ലേ ഈ ഫോണ്ട്, ആ ഫോണ്ടൊന്ന് മാറ്റി ഇച്ചിരി സീനാക്കണം. ഫോണ്ട് ഇതിപ്പോൾ ഒരു ടെറർ ഫോണ്ട് പോലെയാണ്. പക്ഷേ ഈ ഫോണ്ട് കാരണം നമ്മുടെ ലൈറ്റ് ചിലപ്പോൾ വർക്കാവില്ല. അത് കാരണം നമുക്ക് ഫോണ്ട് ഇച്ചിരി മാറ്റണം. പിന്നെ സൈഡിൽ നമുക്ക് സ്റ്റിക്കർ അടിക്കണം. സ്റ്റിക്കറും പൊട്ടെ നമ്മുടെ ആദി GT എന്ന് എഴുതി അങ്ങനെ നമുക്ക് സെറ്റാക്കണം. പിന്നെ ഇച്ചിരി പരിപാടിയുണ്ട് നമ്മുടെ ബസ്സിന്. പിന്നെ ഈ മണ്ടയിലത്തെ ഈ സാധനമില്ലേ, ഇങ്ങനെ ആരോ പോലെ ഫ്യൂ എന്ന് പറയും മുമ്പിലോട്ട് വയ്ക്കണം. ആ സാധനം ഒന്ന് മഞ്ഞയാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരിപാടി ചെയ്യേണ്ടത് ബസ്സിന്. അപ്പോൾ ഇവിടെ നമ്മൾ ബസ് ഇട്ടിട്ട് പോവില്ല. നമ്മളപ്പോൾ നേരെ ഇനി എങ്ങോട്ടോടെ നമ്മളിനി നേരെ ഇടുക്കിയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് നമുക്കിനി ബസ്സിൻ്റെ പരിപാടിയൊക്കെ അപ്ഡേഷനായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.